ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രീലങ്കൻ റെസിപ്പി കൂടിയായിട്ടുള്ള വട്ടലപ്പാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മറന്നിട്ടുണ്ട് അത് വീഡിയോ എടുക്കാനേ. അപ്പോൾ അതുകൂടി ചെയ്തിട്ടൊന്ന് അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുക കേട്ടോ. അധികം വെള്ളം ഒഴിക്കാതെയാണ് ഇപ്പോൾ ഇത് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി 5 മുട്ട നമുക്ക് ഉടച്ചൊഴിക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 5 മുട്ട കറക്റ്റായിട്ടുള്ള ഒരളവും കൂടിയാണ് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മുട്ട നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 1 കപ്പോളുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മുട്ടയും തേങ്ങാപ്പാലും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണോളം ഉണ്ടാവും. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മധുരം ഒന്ന് ഇതായി കിട്ടാൻ ശർക്കര ചേർത്താലും ശരി 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. നമ്മൾ എരിവോടെയുള്ള പലഹാരമൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് പുഡിംഗ് പോലത്തെ ഒക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിലാണെങ്കിൽ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിൻ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇതൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഒരു കേക്കിൻ്റെ ട്രേ ആണ് വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്മയൊക്കെ പുരട്ടി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ തന്നെ അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. കാരണം മുട്ടയല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തേക്കണം. മുട്ടേൻ്റെ ഒരു പാട പോലത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത്ര തന്നെ സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെയൊക്കെ അരിച്ചൊഴിക്കുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ മുട്ടസുറുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, പക്ഷേ അതിലെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലൊന്നും ചേർക്കണില്ല. ഇതിൽ അതൊക്കെ ചേർക്കണോണ്ടും പിന്നെ ശർക്കര ചേർക്കണോണ്ടൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. വായിലിട്ടാൽ ഇങ്ങനെ അത്രക്കും സോഫ്റ്റ് ആയിട്ടാണ് അലിഞ്ഞു പോവുക. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആവിയൊക്കെ അതിലേക്ക് തന്നെ ഇറ്റി പോവുള്ളൂ. അതിനുശേഷം ഒരു 20-25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്കിനി അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇത് സൈഡൊക്കെ നന്നായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം.
ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടാണെങ്കിൽ അങ്ങനെ. തണുത്ത് കഴിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.